ഭക്തി പോലെ തന്നെ പവിത്രമാണ് ലൗകിക പ്രേമം എന്ന് വിശ്വസിച്ച കവിയാണ് വള്ളത്തോൾ. അച്ഛനും മകളും എന്ന നാടകീയ ഭാവകാവ്യത്തിൽ വാത്സല്യാനുഭൂതിയെയും സച്ചിദാനന്ദം എന്ന അനുഭൂതിയെയും അദ്ദേഹം സമന്വയിക്കുന്നു. സ്ത്രീവർഗം എപ്പോഴും പരിഹസിക്കപ്പെടാറുള്ളത് അശിക്ഷിത പടുത്വത്തിൻ്റെയും പ്രത്യുൽപ്പന്നമതിത്വത്തിൻ്റെയും അഭാവത്തിൻ്റെ പേരിലാണ്. എന്നാൽ പരിഹസിക്കപ്പെടുന്ന ആ ദൗർബല്യങ്ങൾ തന്നെ ചില സന്ദർഭങ്ങളിൽ പുരുഷന് രക്ഷാകവചമായി മാറിയേക്കാം എന്ന് ശകുന്തളയുടെ സൗമ്യമായ വാക്കുകളിലൂടെയുള്ള ധിക്കാരം കൊണ്ട് വള്ളത്തോൾ കാണിച്ചു തരുന്നു. അതാകട്ടെ സ്ത്രീകൾക്ക് ഒരു പ്രശംസയാകുകയും ചെയ്യുന്നു. അച്ഛനും മകളും എന്ന കൃതിയിൽ നിന്ന് ചില വരികൾ. അച്ഛനും മകളും. ഞാൻ അനുഗ്രഹീതയായി താതദർശനത്താൽ എന്നാനന്ദാകുലം കാൽക്കൽ വീണ നന്ദിനിയാളെ സത്വരം പിടിച്ചെഴുന്നേൽപ്പിച്ചു നിറുകയിൽ 100 ഗാഠം മുകർന്നാൻ മുനിവര്യൻ. തുടച്ചാനവളുടെ കണ്ണുനീർ വലം കയ്യാൽ തടവിക്കൊണ്ടാൻ മന്ദം പുറത്തു മറ്റേ കയ്യാൽ നൃപനാം ജാമാതാവിൻ ക്ഷേമവുമന്വേഷിച്ചാൻ. അപത്യവാത്സല്യമേ വശിയും വശകന്തേ, അപത്യവാത്സല്യമേ വശിയും വശകന്തേ. ഓമനെ തവ പേരെന്ത് ഉണ്ണിതൻ പേരും ചൊല്ലു. ഭൂമീശ മഹിഷി നീ വന്നതെന്തിനിക്കാട്ടിൽ. ഉടനെ വീണ്ടും കമ്പുകണ്ഠിതൻ കണ്ഠത്തിൽ നിന്നിടറിപ്പുറപ്പെട്ടിതങ്ങൊരു വീണാക്വാണം. പേരിട്ടാൻ ശകുന്തളയെന്നെനിക്കച്ഛൻ കണ്വൻ. ധാരിത സർവദമനാഭിധൻ ദൗഹിത്രൻ തേ. അമ്മ തൻ അനുഗ്രഹാൽ ദിവ്യാശ്രമമല്ലോ വന്മാലിലെഴുമെനിക്കീറ്റില്ലമായിത്തീർന്നു. ആശ്രമാൽ പ്രീത്യാ താതകണ്വനാലയയ്ക്കപ്പെട്ട് ആശയാ കൊട്ടാരത്തിൽ ചെന്ന ഗർഭിണിയാം ഞാൻ. സങ്കടം പൊറാഞ്ഞവൾ തെല്ലിട തേങ്ങിക്കേണാൾ. സന്ധ്യക്തയായേനല്ലോ സൗമ്യനാം കണവനാൽ. സന്ധ്യക്തയായേനല്ലോ സൗമ്യനാം കണവനാൽ. പകർന്നു ഭാവം പെട്ടെന്ന് അക്കാലരുദ്രാകാരന്. ഉതിർന്നു മിഴിയിൽ നിന്നെരി തീപ്പൊരിമേന്മേൽ. വളഞ്ഞു പുരികങ്ങൾ ചുളിഞ്ഞു വാർന്നെറ്റിത്തട്ട്. ഇളകീലിലയും അങ്ങടങ്ങി കാറ്റെമ്പാടും. ദുഷ്യന്തനവനാര് എന്നാരോമൽകുമാരിയെ ദുസ്സഹാവമാനത്തിൽ തള്ളിയിട്ടുയിർക്കൊള്ളുവാൻ. ഇക്കരമൊന്നേ പോരും കാൽക്ഷണാൽ മനുഷ്യരെ സ്വർഗത്തിൽ കരേറ്റാനും നരകേ വീഴിപ്പാനും. പൗരവൻ കേട്ടിട്ടില്ലേ ത്രിശങ്കു ഹരിശ്ചന്ദ്രന്മാരുടെ അനുഭവം കൗശികപ്രഭാവജം. ഒരിക്കൽ കൂടിയിതാ കണ്ടുകൊള്ളട്ടെ ലോകം ശരിക്ക് ഗാഥേയന്റെ വൻ തപപ്രതാപത്തെ. തനിയെ വേട്ടിട്ട് അന്തർവത്നിയാം
സാധു സ്ത്രീയെ കനിവറ്റ ഹേതുവായി ത്യജിച്ച ദുരാത്മാവേ, ബ്രഹ്മാവെ തപശക്തിയാവരുത്തിച്ചാരേ നിർത്തി ബ്രഹ്മർഷിപദം ബലാൽ വാങ്ങിയതേതൊന്നാലോ? ആ വലം കരം ക്രോധാൽ ചുരുട്ടി നെഞ്ചിൽ ചേർത്താണ് ഈ വചസ്സാരംഭിച്ചത് ഊർജ്വസ്വി വിശ്വാമിത്രൻ. ആ മുഷ്ടി മുന്നോട്ടേക്കൊന്നെറിയപ്പെട്ടാൽ തീർന്നു സ്വാമി വംശത്തിനൊട്ടുക്കിടിവാളായിപ്പോമല്ലോ. എന്നാൽ ശാപാസ്ത്രത്തെ രണ്ടു കൈകൊണ്ടും പിടിച്ച് എന്നെയോർത്തടങ്ങേണമച്ഛനിങ്ങെന്നാൾ മകൾ. ഭർത്തൃനാശിനിയായി തീരൊലാഭവൽ പുത്രി, നിർദഗ്ധയായും തീരൊല്ലുഗ്രവൈധവ്യത്തിയാൽ. ഭർത്തൃനാശിനിയായി തീരൊലാ ഭവൽ പുത്രി, നിർദഗ്ധയായും തീരൊല്ലുഗ്രവൈധവ്യത്തിയാൽ. അച്ഛനമ്മമാർ കാലേ വെടിഞ്ഞ നിർഭാഗ്യയെ സ്വച്ഛന്തമുപേക്ഷിച്ചാൻ ഭർത്താവുമെന്നേ വേണ്ടു. അച്ഛനമ്മമാർ കാലേ വെടിഞ്ഞ നിർഭാഗ്യയെ സ്വച്ഛന്തമുപേക്ഷിച്ചാൻ ഭർത്താവുമെന്നേ വേണ്ടു. സുബഹിഷ്കൃതമായി കൊള്ളട്ടെ എൻ ജീവിതം, സുതനും പുറത്തായി പോകൊലാ മമദോഷാൽ. സുബഹിഷ്കൃതമായി കൊള്ളട്ടെ എൻ ജീവിതം, സുതനും പുറത്തായി പോകൊലാ മമദോഷാൽ. പുത്രിതൻ കണ്ണീർ കൊണ്ടു കോപാഗ്നി ശമിച്ചതിൽ എത്രയും പ്രസന്നനായി അഭിനന്ദിച്ചാനച്ഛൻ. ഭദ്രം തേ പിടിച്ചെന്നെ കരേറ്റി നിൻ സൗശീല്യം, ഭർത്താവോടചിരേണ ചേർന്നാലും സപുത്ര നീ. ഭദ്രം തേ പിടിച്ചെന്നെ കരേറ്റി നിൻ സൗശീല്യം, ഭർത്താവോടചിരേണ ചേർന്നാലും സപുത്ര നീ.